ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ ഈ സമരസമിതിയുടെ പ്രതിനിധി പറഞ്ഞതിനോടാണ് താങ്കളുടെ പ്രതികരണം കേൾക്കേണ്ടത്. വൈകാരികമായി ആ വിഷമം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ പ്രതികരണമല്ല. അതിനുള്ള മറുപടി നിങ്ങൾ നിരാശപ്പെടുത്തി കളഞ്ഞു ശ്രീ ഷാജി രാഘവൻ. അതിലേക്ക് വരെ ഞാൻ അതിനു മുമ്പ് കേരളത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതിയിലെ ഒരു പ്രധാനപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. കാരണം തളിപ്പറമ്പിലെ ഒരു സർ സയ്യിദ് കോളേജിൻ്റെ ഭൂമി അത് വഖഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഒരു വാദമുഖം ഉന്നയിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ വാദം തെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കള്ളം പറയാമോ? ഇത് വളരെ കൃത്യമായി പബ്ലിക് ഡൊമൈനിലില്ലേ? പബ്ലിക് ഡൊമൈനിലില്ലേ? നരേന്ദ്രമോദി അല്ല, ഇങ്ങനെ ഒരു വാദം താങ്കൾ ക്ലാരിഫൈ വരുത്തൂ. മുസ്ലിം ലീഗ് നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളാൽ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന സർ സയ്യിദ് കോളേജിന്റെ ഭൂമി അത് വഖഫ് രജിസ്റ്റർ ചെയ്തതിനെതിരെ അവരിപ്പോ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലേ? വഖഫ് ചെയ്ത നടപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, താങ്കൾ എന്നാൽ ക്ലാരിഫൈ ചെയ്യുന്നേ. ഇല്ല, തെറ്റാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളാൽ നടത്തപ്പെടുന്ന കോളേജ് മാനേജ്മെന്റ് കോളേജ് കേസ് കൊടുത്തിരിക്കുന്നത് ബില്ലിന് മുമ്പാണ്. മുസ്ലിം ലീഗ് നേതാക്കളാൽ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന കോളേജിന്റെ ഭൂമിയെ സംബന്ധിച്ച് ആ നേതാക്കൾ മാനേജ്മെന്റിനുള്ള മറുപടിയല്ലേ അദ്ദേഹം പറയുന്നു? കേൾക്കൂ, ഞാൻ മറുപടി പറയാം. പറഞ്ഞോളൂ. 22 ഏക്കർ സ്ഥലം വഖഫ് ലീസ് കൊടുത്ത്, പെർമിഷൻ കൊടുത്ത് 1967 കൊടുത്ത ലീസിലാണ് സർ സയ്യിദ് കോളേജ് പണി ചെയ്തതെന്നാണ് സർ സയ്യിദ് കോളേജിന്റെ വാദം. അതിനുശേഷം എക്സസ് ആയ ചില ഭൂമികൾ കൈവശമുണ്ട് എന്ന് വാദം ഉന്നയിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വഖഫ് ചെയ്ത് ലീസ് തന്ന ഭൂമിയല്ല, മറ്റൊരു ഭൂമിയാണ്, അതിൽ ഞങ്ങൾക്ക് വേറെ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. വഖഫ് ഭൂമിയിൽ അവകാശമുണ്ടെന്നല്ല അവർ പറഞ്ഞത്. സാർ, ഇത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ അതിനകത്ത് ഏക്കറേജോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞു. വഖഫ് ഭൂമി അല്ലെന്ന് അവർ പറഞ്ഞില്ല. എന്തുകൊണ്ട് 4 ദിവസം മുമ്പ് അല്ല, എന്തുകൊണ്ട് 4 ദിവസം മുമ്പ് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഈ വാദവുമായി മുനമ്പത്തേക്ക് വരൂ. മുനമ്പം ഇങ്ങനെ ഊന്നി പറഞ്ഞത് അങ്ങ് പരിഹരിക്കുമെന്ന മട്ടിലാണല്ലോ പാർലമെന്റിലും പറഞ്ഞത് പല ഘട്ടങ്ങളിൽ. അപ്പോൾ പാർലമെന്റിൽ കളവ് പറഞ്ഞു എന്ന തോന്നൽ ആണ് ഇവിടെ പൊതുവെ ഉണ്ടാകുന്നത്. കാരണം ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇവിടെ നിയമ പോരാട്ടം വേണ്ടി വരുമെന്നാണല്ലോ. ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മളതെല്ലാം ഏറ്റുപിടിച്ചിരിക്കുന്ന ഇപ്പോൾ അതാണല്ലോ. അതെന്താണ്? ഒരു ബില്ല് പാർലമെൻറ്റിൽ പാസ്സായതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടില്ല, അതിന് ചില നിയമ നടപടികളൂടെ വേണ്ടി വരും. എൻ്റെ ഈ ചാനലിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ 2 പേരും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികൾ, അവർ അഡ്വക്കേറ്റ്സാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ നിയമവശം. കാരണം മുനമ്പം സംബന്ധിച്ചുള്ള വിഷയം ഒരു സെറ്റിൽഡ് കേസല്ല. അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് സെറ്റിലായിട്ടില്ല. കേന്ദ്ര പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സായാൽ ആ ബില്ല് പാസ്സാകുന്നത് വഴി ഈ പറയുന്ന ട്രിബ്യൂണലിൻ്റെ, വഖഫ് ട്രിബ്യൂണലിൻ്റെ നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അതല്ലേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന വഖഫ് ട്രിബ്യൂണലിൽ ഇനി വരാൻ പോകുന്ന ദിവസം മുനമ്പത്തിനെതിരായ ഒരു വിധി വന്നാൽ കൂടിയും അവർക്ക് എന്തിനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു? അതുകൊണ്ടാണ് വഖഫ് സമരസമിതിയുടെ നേതാവായിട്ടുള്ള ആന്റണി അച്ഛൻ പറഞ്ഞത് ചരിത്ര സംഭവമാണെന്ന് പറഞ്ഞത്. കാരണം മുനമ്പം നിവാസികൾക്ക് ഈ ട്രിബ്യൂണൽ വിധി എതിരായാൽ കൂടിയും അവർക്ക് കോടതിയിൽ പോവാം, ഹൈക്കോടതിയിൽ പോവാം, സുപ്രീം കോടതിയിൽ പോവാം. കഴിഞ്ഞ ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ട്രിബ്യൂണൽ നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആണോ? നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആണോ? പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സായാൽ അല്ലല്ലോ. സ്വാഭാവികമായി ആ നടപടിക്രമങ്ങൾ നടക്കും. ആ നടപടിക്രമങ്ങൾ നടന്നാൽ ഈ മുനമ്പം നിവാസികൾക്കെതിരായ ഒരു വിധി വന്നാൽ നിലവിൽ രാജ്യത്ത് 2 മുന്നണികളും സംയുക്തമായി നിയമസഭയെ പാർലമെന്റ് പാസ്സാക്കി സംരക്ഷിക്കാൻ ശ്രമിച്ച വഖഫ് ബില്ലുണ്ടല്ലോ, വഖഫ് നിയമം, അതനുസരിച്ച് ഈ പാവപ്പെട്ടവർക്ക് കോടതി പോകാൻ സാധിക്കില്ലായിരുന്നു. നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ അമെന്റ്മെന്റ്, ആ അമെന്റ്മെന്റ് അനുസരിച്ച്
ശുദ്ധ നുണ പറഞ്ഞു. അല്ല, അത് എന്ത് വിധിയായാലും ഈ പാവപ്പെട്ടവർക്കെതിരാണെങ്കിൽ അല്ല, ഈ പാവപ്പെട്ടവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? പാവപ്പെട്ടവർക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെ പെട്ടെന്നൊരു പരിഹാരം കൊണ്ടുവരുന്നില്ല. യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് റിജു ഒന്ന് ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ട കാര്യം അത് പറയാൻ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കി. നിങ്ങൾ ഒന്നുകിൽ നിയമത്തെ അറിയുന്നവർ നിയമത്തെ വളച്ചൊടിക്കരുത്. നിയമ സംവിധാനം ഈ രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വിഷയത്തെ സെറ്റിൽഡ് ആവാത്ത ഒരു കേസ് അത് നിയമ നടപടികൾ നടത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തീരാത്തിടത്തോളം ഏതെങ്കിലും നിയമം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിൽ പാസാക്കിയാൽ ഈ നടപടിക്രമങ്ങളിൽ ഇൻവാലിഡ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഉണ്ടായ ഗുണമെന്താ? ഏതെങ്കിലും കാരണവശാൽ ഈ ട്രിബ്യൂണൽ മാത്രമല്ല അനിൽകുമാറെ, ഈ ട്രിബ്യൂണൽ മാത്രമല്ല, ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു സ്റ്റേ ഉണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് ആ സ്റ്റേക്കെതിരെ എന്താ പോവാത്തത്? ഈ പാവപ്പെട്ടവർക്ക് കരമടയ്ക്കാനുള്ള സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈക്കോടതിയാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുൻ PSC ചെയർമാനാണ്. അദ്ദേഹമാണ് ഹൈക്കോടതി പോയിട്ട് ഈ പാവങ്ങൾക്കെതിരെ സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്റ്റേക്കെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതി പോയാൽ ആ ഹൈക്കോടതി ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഈ ഹൈക്കോടതി വിധിയും ഈ പാവങ്ങൾക്കെതിരായാൽ അവർക്ക് മേൽക്കോടതിയിൽ പോകാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? പുതിയ അമെന്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. ഇതുകൊണ്ടാണ് വഖഫിലെ ഇതുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്, ചരിത്രപരമായിട്ടുള്ള നിലപാടാണ് എന്ന് മുനമ്പത്തെ സമരസമിതി നേതാക്കൾ പോലും പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് അവരത് നേടിയെടുത്തോളും. ഇവിടെ കൺസെൻസസ് ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ ഈ നിയമ ഭേദഗതിക്ക് മുമ്പ് പതിറ്റാണ്ടുകളായിട്ട് ഈ രണ്ട് ഗവൺമെന്റ് അവഗണിച്ച പതിറ്റാണ്ടുകളായിരുന്ന രണ്ട് മുന്നണികൾ ചതിച്ചവരല്ലേ മുൻപത്തുള്ളത്. പ്രശ്ന പരിഹാരത്തോടെ എടുക്കുമ്പോൾ ഞാൻ പുതിയെ പിടിച്ചതെന്ന് പറയുന്ന ഒരു സാമാന്യ അതായത് സ്മൃതി ഇവിടെ അവസാനം പറയുന്നത് ആരും കേൾപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. ഒന്ന്, ഇതിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല, അത് മുൻകാല പ്രഭാവം ഇല്ല എന്ന് മന്ത്രി സമ്മതിച്ചു. BJP പ്രതിനിധി സമ്മതിച്ചിരിക്കുന്നു, മുൻകാല പ്രഭാവം ഇല്ല. രണ്ട്, ഇവിടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് ഒരിടത്തും മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. സെക്ഷൻ 2A അനുസരിച്ച് മുൻകാല പ്രാബല്യം കൃത്യമായിട്ടുണ്ട്. ഈ നിയമം വരുന്നതിന് മുമ്പോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഈ നിയമം ബാധകമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെയാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഭൂമി കൊടുത്തതും വാങ്ങിയതും ട്രസ്റ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു BJP പ്രതിനിധിയുടെയും കേന്ദ്രമന്ത്രിയുടെയും വായിൽ തരിക നിങ്ങൾ ശ്രമിക്കണ്ട. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒറ്റ മിനിറ്റ്. ഇവിടെ ഹൈക്കോടതിയിൽ പോകാനോ സുപ്രീം കോടതിയിൽ പോകാനോ നിലവിലെ വഖഫ് നിയമത്തിൽ ഒരു ഭാരമില്ല. അത് 226 അനുസരിച്ചും ആർട്ടിക്കിൾ 32 അനുസരിച്ചും റിട്ട് ജൂറിസ്ഡിക്ഷനായി പോകണം. അത് ഇപ്പോൾ വീണ്ടും അപ്പീലായി പോകാം. എന്തായാലും ഈ പട്ടിണിപ്പാവങ്ങൾ പതിറ്റാണ്ടുകൾ കോടതി കയറി നടക്കണമെന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഈ നിയമ ഭേദഗതിയിലൂടെ ഒരു കോടതിയിലും പരിഹാരമായിരിക്കുന്നു. ഇതാ ഞങ്ങളുടെ പ്രശ്നപരിഹാരകന് ഇതാ വന്നിരിക്കുന്നു എന്ന പ്രതീക്ഷാസ്ഥാനത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. ഇനിയും 3 ആഴ്ച കൂടി കാത്ത ശേഷം കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അത് അവരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തങ്ങൾ ഇക്കാര്യത്തിൽ സഖ്യത്തിനില്ല. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അന്തിമമായി വേണ്ടത് എന്നുള്ളതാണ്. അത് ചർച്ചകളിലൂടെ എങ്ങനെ പരിഹരിക്കും, അതിനാര് മുൻകൈ എടുക്കുമെന്നുള്ളതാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.